ഹായ് ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു B&J ഹോം വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി ഫ്രൈ ആണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയുമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഈ ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് 2 സവോള, 5 മീഡിയം സൈസ് തക്കാളി, പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, പിരിയൻ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 1/2 ടീസ്പൂൺ കായംപൊടി. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയുമാണ് വേണ്ടത്. ഇത്രയും ചേരുവകളേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാം. എന്നാൽ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പാൻ ചൂടായി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി ഇതിലേക്ക് നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഇനി ഇടാൻ പോകുന്നത്, നമ്മൾ 2 സവോളയാണല്ലോ പറഞ്ഞത്, ആ സവോള ഇതുപോലെ നീളത്തിലരിഞ്ഞ് നല്ല നൈസായിട്ട് നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സവോളയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റുക. നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഇതുപോലെ നമ്മൾ നീളത്തിൽ നല്ല ഇത് നൈസായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അതപ്പോൾ പെട്ടെന്ന് റെഡിയാകും. നമ്മൾ തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമുക്ക് പറഞ്ഞതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇട്ടു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് മൂടി വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കുക. നമുക്കെന്നാൽ ഇത് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളി നമ്മൾ മൂടി വെച്ചാണ് വേവിച്ചേക്കുന്നത്. നമുക്ക് തുറന്ന് നോക്കാം എന്തായെന്ന്. ഇത് ഏകദേശം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. അതുപോലെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി, ഇത് സിമ്മിൽ വെച്ച് വേണം ഇത് വേവിക്കാൻ. ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റും കൂടെ ഇതൊന്ന് വെന്തോട്ടെ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ഫ്രൈ റെഡി ആയിരിക്കും. അങ്ങനെ നമ്മുടെ തക്കാളി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഒരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയാണ്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിലേക്ക് മാറ്റി ഇത് നമുക്ക് കുറച്ച് മല്ലിയിലേക്ക് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ എളുപ്പത്തിലുണ്ടാക്കിയ തക്കാളി ഫ്രൈ റെഡിയാണ്. നമുക്കിത് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മടക്ക് ചപ്പാത്തി റെഡിയാണ്. അതുകൂട്ടി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സ്പെഷ്യലി വെജിറ്റേറിയൻസിനൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.